അശ്വിൻ്റെ ശ്രുതിയുടെയും നാളത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ അശ്വിനാണ് നേരെ മുറിയിലോട്ട് വരുവാണേ. ഈ സമയം അഞ്ജലിയാണ് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അഞ്ജലിയുടെ കയ്യിൽ നിന്നാണ് ആ ഫോൺ മേടിച്ച് ഞാൻ കട്ട് ചെയ്യുകയാണേ. എന്നിട്ട് അഞ്ജലിയെ പിടിച്ചുകൊണ്ട് നേരെ എല്ലാവരും ഒരിടത്തേക്ക് വരുവാണേ. എന്നിട്ടാണ് എല്ലാവരും കൂട്ടിയെടുത്ത് പറയുന്നത് കേട്ടോ, നാളെ എൻ്റെ ലാവനയുടെ എൻഗേജ്മെൻറ്റ് പറയുകയാണേ. അപ്പോൾ അത് കേട്ടപ്പോൾ അഞ്ജലി ചോദിക്കുക, കുഞ്ഞാ നിനക്ക് എന്താ പറ്റിയത്? നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര പെട്ടെന്ന് എന്താണെന്ന് ചോദിക്കുകയാണേ. എൻ്റെ തീരുമാനം ഞാൻ അറിയിച്ചു കഴിഞ്ഞു എന്ന് പറയുകയാണേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ശ്രുതിയാണെങ്കിൽ അശ്വിനെ കാണണം കേട്ടോ. അപ്പോൾ അശ്വിനോടാണ് ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ സാറിന് പറ്റിയത്? സാറിൻ്റെ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് ചോദിക്കുകയാണേ. അത് കേട്ടോടെ അശ്വിൻ്റെ മുഖമൊക്കെ അങ്ങ് മാറുവാണേ. അപ്പോൾ അശ്വിൻ ചോദിക്കുക, എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ നീ ആരാ? എന്ത് ചെയ്യണമെന്ന് ഈ അശ്വിൻ സായിറാമെന്നറിയാം. നീ എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട ഒരാവശ്യമില്ല. അതിന് ഞാൻ ആർക്കൊരു അധികാരം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നീ ഇങ്ങനെ മാറിയിരിക്കാൻ പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ കയ്യെ പിടിച്ചുകൊണ്ടാണെങ്കിൽ അശ്വിനാണെങ്കിൽ നേരെ വീടിനകത്തോട്ട് കയറി ചെല്ലുന്നതും കാണിച്ചുകൊണ്ടാണ് നാളത്തെ പ്രൊമോഷൻ റിവ്യൂ അവസാനിക്കുന്നത്.